Good morning to all. Today we are going to discuss about the topic HO theory. HO theory. HO theory is already എടുത്തൊരു ടോപ്പിക്കാണ്. The modern theory of factor endowments, the Hector-Ohlin theory. Bertin Ohlin, in his famous book Interregional and International Trade 1933, criticized the classical theory of international trade and formulated the general equilibrium or factor endowment or factor proportions theory of international trade. It is also known as the modern theory of international trade or the Hector-Ohlin theory. In fact, it was Elie Hector-Ohlin, teacher, who first propounded the idea in 1990 that trade results from difference in factor endowments in different countries, and Ohlin carried it forward to build the modern theory of international trade. അതായത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ HO തിയറി ഡെവലപ്പായിട്ടുള്ളത് എന്നാണ്. ബെർട്ടിൻ ഓഹ്ലിൻ്റെ ഫേമസ് വർക്കായിട്ടുള്ള ഇൻ്റർ റീജിയണൽ ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ് 1933 ആണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ജനറൽ ഇക്വിലിബ്രിയം തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ തിയറി മോഡേൺ തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഹെക്ടർ-ഓഹ്ലിൻ തിയറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. എലി ഹെക്ടറും ബെർട്ടിൻ ഓഹ്ലിനാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഇനി ദ HO തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ main determinant of the pattern of production, specialization and trade among regions is the relative availability of factor endowments and factor prices. HO തിയറി സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റീജിയൻ്റെ പ്രൊഡക്ഷൻ സ്പെഷ്യലൈസേഷനെ അതുപോലെ ട്രേഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഫാക്ടർ എൻഡോമെൻറ്റ്സും അതുപോലെ തന്നെ ഫാക്ടർ പ്രൈസസുമാണ്. റീജിയൻസ് ഓർ കൺട്രീസ് ഹാവ് ഡിഫറെൻറ്റ് ഫാക്ടർ എൻഡോമെൻറ്റ്സ് ആൻഡ് ഫാക്ടർ പ്രൈസസും. ഡിഫറെൻറ്റ് കൺട്രീസിന് ഡിഫറെൻറ്റ് ഫാക്ടർ എൻഡോമെൻറ്റ്സും അതുപോലെ തന്നെ ഫാക്ടർ പ്രൈസസും ആയിരിക്കും ഉണ്ടായിരിക്കുക. സം കൺട്രീസ് ഹാവ് മച്ച് ക്യാപിറ്റൽ, അതർ ഹാവ് മച്ച് ലേബർ. ചില കൺട്രീസിന് കൂടുതൽ ക്യാപിറ്റലായിരിക്കും ഉണ്ടാവുക, അതുപോലെ തന്നെ മറ്റു ചില കൺട്രീസിന് ലേബർ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. The theory now says that the country that are rich in capital will export capital intensive goods. അതായത് ഒരു കൺട്രി ക്യാപിറ്റലി റിച്ച് ആണെന്നുണ്ടെങ്കിൽ ആ കൺട്രി എക്സ്പോർട്ട് ചെയ്യുക ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ് ആയിരിക്കും. ടു ഓഹ്ലിൻ, ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ആൾവേസ് ഈസ് ദാറ്റ് സം കമ്മോഡിറ്റീസ് ക്യാൻ ബി ബ്രോട്ട് മോർ cheaply from other regions, whereas is the same region their production is possible at higher prices. അതായത് അക്കോർഡിംഗ് ടു ഓഹ്ലിൻ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് പെട്ടെന്ന് എന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചില കൊമോഡിറ്റീസ് മോർ ചീപ്പായിട്ട് ചില കൺട്രീസിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അവർ അത് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്ത് എന്നിട്ട് അത് ഹയർ പ്രൈസസിന് എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. Thus, the main cause of trade between regions is the difference in prices of commodities based on relative factor endowments and factor price. അതായത് ഡിഫറെൻറ്റ് റീജിയൻസ് തമ്മിലുള്ള ട്രേഡ് നടത്തുന്നതിന് മെയിനായിട്ട് ബേസ് ചെയ്തിരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫാക്ടർ എൻഡോമെൻറ്റും അതുപോലെ തന്നെ ഫാക്ടർ പ്രൈസസുമാണ്. ഇനി അസംഷൻസ്, ഒരു 12 അസംഷൻസ് ആണ് ഇതിനുള്ളത്. First one, it is a 2 by 2
model, whereas it is two countries A and B and commodities X and Y and two factors of production capital and labor. അതായത് 2x2x2 മോഡലാണ്. Second one, there is perfect competition in commodity as well as factor market. Commodity ആൻഡ് ഫാക്ടർ മാർക്കറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണുള്ളത്. ദർ ഈസ് എ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ദർ ആർ ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസ് ഇൻ ഫാക്ടർ എൻഡോമെൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ബട്ട് ക്വാളിറ്റേറ്റീവ്ലി ദർ ആർ ഹോമോജീനിയസ്. അതായത് ക്വാണ്ടിറ്റേറ്റീവായി ഫാക്ടർ എൻഡോമെൻറ്റ്സിൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ക്വാളിറ്റേറ്റീവ്ലി അത് ഹോമോജീനിയസ് ആണെന്നാണ് പറയുന്നത്. ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഓഫ് ടു കമ്മോഡിറ്റീസ് ഹാവ് ഡിഫറെൻറ്റ് ഫാക്ടർ ഇൻറ്റൻസീവ്, ലേബർ ഇൻറ്റൻസീവ് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. അതായത് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഓഫ് ടു കമ്മോഡിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ലേബർ ഇൻറ്റൻസീവ് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. Sixth one, the production functions are different for different commodities for each commodity in both countries. It means that the production function of commodity X is different from commodity Y, but the technique used to produce X in both countries is the same, and the technique used to produce a commodity Y in both countries are same. അതായത് പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ഓഫ് ഒരു പ്രൊഡക്ഷൻ ഫങ്ഷൻ ഡിഫറൻസ് കൺട്രീസിൻ്റെ പ്രൊഡക്ഷൻ ഫങ്ഷന് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ കമ്മോഡിറ്റീൻ്റെയും. അതായത് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഓഫ് എക്സ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കമ്മോഡിറ്റി വൈ, ബട്ട് ദ ടെക്നിക് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് കമ്മോഡിറ്റി എക്സ് ഇൻ ബോത്ത്. അതായത് രണ്ട് കൺട്രീസിലും എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വൈൻ്റെ കേസിലും. ഈ സെവൻത്ത് വൺ, ഫാക്ടർ ഇൻറ്റൻസിറ്റീസ് ആർ നോൺ റിവേഴ്സബിൾ. ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നോൺ റിവേഴ്സബിൾ ആണ്. എയ്ത്ത് വൺ, ദർ ഈസ് പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടർ വിത്തിൻ each region but internationally they are immobile. അതായത് a perfect mobility of factors with each region are immobile ആണ്. Ninth one, there are no transport cost. Zero transport cost ആണ്. 10th one, there is free and unrestricted trade between the two countries. അതായത് രണ്ട് കൺട്രീസും തമ്മിൽ ഫ്രീ ആൻഡ് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ട്രേഡാണ് നടക്കുന്നത്. 11th one, there are constant returns of scale in the production of each commodity in each region. അതായത് എല്ലാ റീജിയനിലും എല്ലാ കമ്മോഡിറ്റീൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ലാസ്റ്റ് വൺ, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടെക്നോളജിക്കൽ നോളേജ്. ടെക്നോളജിക്കൽ നോളേജിൽ ഒരു ചേഞ്ചും ഇല്ല.